ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഡയറക്ടർ ബ്രോ. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു ഉത്സവത്തോടനുബന്ധിച്ച് നാട് മുഴുവൻ അലങ്കരിച്ചിട്ടുള്ള അലങ്കാരപ്പണികൾ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്നുള്ളത് തിരുവനന്തപുരം കഴക്കൂട്ടം കുളത്തൂർ എന്നുള്ള സ്ഥലത്താണ്. അപ്പോൾ കുളത്തൂർ അവിടെയുള്ള അമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് 10 ദിവസത്തെ ഉത്സവമാണ്, അതിനോടനുബന്ധിച്ച് പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ അലങ്കാര പരിപാടികളാണ് കാണാൻ പോകുന്നത്. ഇപ്പം നമ്മളുള്ളത് നാഷണൽ ഹൈവേ ആണ്, കന്യാകുമാരിക്കുള്ള നാഷണൽ ഹൈവേ. കഴക്കൂട്ടം കഴിഞ്ഞ് ഫ്ലൈ ഓവർ, ടെക്നോ പാർക്കിന് മുമ്പിലുള്ള ഫ്ലൈ ഓവർ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ജംഗ്ഷനാണ്, സിഗ്നലുള്ള ജംഗ്ഷൻ, മുക്കോലക്കൽ ജംഗ്ഷൻ എന്നാണ് പറയുന്നത്. റൈറ്റ് സൈഡിൽ VSSC ISRO ഭാഗവും ലെഫ്റ്റ് സൈഡിൽ കുളത്തൂർ അമ്പലവും മറ്റുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പോകാം. ഇവിടെ തന്നെ നമുക്ക് കാണാം ധാരാളം ഇലുമിനേഷൻ ലൈറ്റൊക്കെ കാര്യങ്ങളൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഓരോ സ്ട്രീറ്റിലും ഓരോരോ സ്ട്രീറ്റിലുള്ള ആൾക്കാരുടെ, അതായത് അല്ലെങ്കിൽ ക്ലബ്ബുകളോ അല്ലെങ്കിൽ അസോസിയേഷൻസോ അല്ലെങ്കിൽ അവിടത്തുള്ള ആർട്സ് ക്ലബ്ബ് അങ്ങനെയുള്ള ആൾക്കാരുടെ ഭാഗമായിട്ട് അവർ പിരിവെടുത്തും മറ്റുമാണ് ഇങ്ങനത്തെ അലങ്കാര പരിപാടികളൊക്കെ നടത്തുന്നത്. ഇത് കഴക്കൂട്ടത്തേക്കുള്ള പഴയ ഓൾഡ് നാഷണൽ ഹൈവേ ആയിരുന്നു കുളത്തൂരിൽ നിന്നുള്ളത്. ഇപ്പോൾ പുതിയ നാഷണൽ ഹൈവേ വന്നേ പിന്നെ ഇത് ഉള്ളിലുള്ള ഒതുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ കാണാൻ പോകുന്നത്, അവിടെ നമ്മൾ ടേൺ എടുത്തു. ഈ റോഡ് കാണുന്നത് VSSC ISROയിലേക്കുള്ള VSSC റോഡാണ്. അപ്പോൾ ഇവിടുത്തെ അസോസിയേഷൻകാർ ഇരുവശങ്ങളിലും ഇതേപോലെ അടിപൊളിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മഴ പെയ്തിട്ടുണ്ടായിരുന്നു, ഉച്ചയ്ക്ക് നല്ലൊരു മഴ പെയ്ത് ആ മഴേൻ്റെ വെള്ളവും കൂടെ റോട്ടിൽ കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സൈഡിൽ കാനയൊന്നുമില്ല, അതുകൊണ്ട് വെള്ളമൊന്നും എവിടെയും താന്നു പോകില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം മേളിലും വെട്ടം, താഴെ റോട്ടിൽ നോക്കുമ്പോൾ വെള്ളം കാണുന്ന റിഫ്ലക്ഷനും കാരണം അതൊരു നല്ല ഭംഗിയാണ്. അപ്പോൾ ഓരോ വീടുകളുടെ മുമ്പിലും ചില അലങ്കാരപ്പണികളൊക്കെ വെച്ചിട്ടുണ്ട്. LED ബോർഡുകളും വാളുകളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ സ്വീകരിക്കാൻ നിൽക്കുന്ന സ്ത്രീകളുടെ രൂപങ്ങളൊക്കെയാണ് ആ ബോർഡുകളിൽ കൊടുത്തിരിക്കുന്നത്. അത് വളരെ മനോഹരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് അസോസിയേഷൻകാർ. പല വീടുകളും അവരും കൊല്ലങ്ങളായിട്ട് എല്ലാ കൊല്ലം അവർ കാണുന്നതാണ്. ഉത്സവത്തോടനുബന്ധിച്ച് എഴുന്നള്ളത്തിനായിട്ട് ഈ വഴിയെ പോകുന്നതാണ്. അപ്പം അവർക്കെല്ലാം ശീലമാണ്. അപ്പോൾ എല്ലാ കൊല്ലം അവർ ചെയ്യുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. റോഡൊക്കെ അടിച്ചു വാരി പുല്ലും ചപ്പ് ചവറുകളൊക്കെ മാറ്റി എല്ലാവരും വൃത്തിയായിട്ട് റോഡിനെ സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ജംഗ്ഷനുകളിൽ കാണാം. ഇത് പറയുന്നത് സ്റ്റേഷൻ ഗേഡ് എന്ന സ്ഥലമാണ്. സ്റ്റേഷൻ ഗേഡ് ജംഗ്ഷനോട് റെയിൽവേ സിഗ്നലുണ്ട്. അവിടെയും പല അലങ്കാരങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇത് സ്റ്റേഷൻ ഗേഡ് ജംഗ്ഷൻ ടൗണിലെ അലങ്കാര പരിപാടികളാണ്. ഇവിടെ വളരെ അവിടെ ചെറിയ ചെറിയ ടൗണുകളിലും എല്ലായിടത്തും നമുക്ക് ഈ അലങ്കാര പരിപാടി കാണാം. ഒരു ഉത്സവത്തോടനുബന്ധിച്ച് ആ ഒരു ദേശം മുഴുവനും ഇങ്ങനെ അലങ്കരിച്ച് നല്ല മനോഹരമാക്കി ആഘോഷിക്കുകയാണ്. ഇവിടെ കാണുമ്പോൾ നല്ല മൾട്ടി കളറിലാക്കിയാണ് ഡെക്കറേഷനൊക്കെ ചെയ്തിരിക്കുന്നത്. വളരെയധികം ദൂരെ നിന്ന് കാണുമ്പോഴൊക്കെ തന്നെ ഭയങ്കര ഫീൽ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് റൈറ്റാണ് നമ്മൾ റൈറ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ വന്നത്. അവിടെ നിന്ന് ടൗണിലൊക്കെ സെൻറ്ററിലൊക്കെ നമുക്ക് കാണാം നല്ല ഉയരത്തിലൊക്കെ ഒരു ഡെക്കറേഷൻ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ISROയിലേക്കുള്ള റോഡൊക്കെയാണ്. അവിടെ വളരെയധികം മനോഹരമായിട്ട് അലങ്കരിച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇരുവശങ്ങളിലും ഒരു ജംഗ്ഷനിലാണെന്നുണ്ടെങ്കിൽ 3 വശത്തേക്ക് റോഡുണ്ടെങ്കിൽ 3 വശത്തെ റോഡുകളിലേക്കും ഈ അലങ്കാര പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എഴുന്നള്ളിപ്പ് ഈ ഭാഗത്തോടെയൊക്കെ വരുന്നത് കൊണ്ടാണ് ഇവർ ഈ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള പരിപാടികൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് തലേദിവസം, അതായത് ഉത്സവത്തിൻ്റെ മെയിൻ ദിവസം 10 ദിവസം ഉത്സവമാണ്. 9-ാം ദിവസത്തെ പരിപാടി ലൈറ്റ് അലങ്കാര പരിപാടികളാണ് നമ്മൾ കാണുന്നത്. ഇനി 10-ാം ദിവസം സമാപന സമ്മേളനത്തിൽ അല്ലെങ്കിൽ നമുക്കുള്ള, അതായത് എഴുന്നള്ളിപ്പിൻ്റെ പരിപാടികളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് വളരെയധികം മനോഹരമാണ്. ജംഗ്ഷനൊക്കെ വളരെയധികം മനോഹരമാക്കിയിട്ടുണ്ട്. ഓരോ ജംഗ്ഷനിലും, അതായത് കിലോമീറ്ററോളം ഇതൊരു സൈഡ്, ഇത് നമുക്ക് കാണിക്കാൻ കഴിയാത്ത ഭാഗങ്ങൾ എത്രയോ കിടക്കുന്നു. പകുതി പോലും കാണിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഉത്സവ ദിവസമാണെന്നുണ്ടെങ്കിൽ വളരെയധികം ചെണ്ടമേളക്കാർ അങ്ങനെ മറ്റും നമുക്കിവിടെ കാണാൻ സാധിക്കും. കുറേയധികം ആൾക്കാരെ നമുക്ക് കാണാം. ഇത് കുറേ എഴുന്നള്ളിപ്പ്, അതായത് ആദ്യം ദേവൻ കുളിക്കാൻ പോവുകയും തിരിച്ച് വരുന്നതുമാണ് ഇത്. അപ്പോൾ ഇതിന് മുൻപിൽ കുറേയധികം ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. ഓരോ സെറ്റ് ബാൻഡുകാർ, ചെണ്ടമേളക്കാർ, അങ്ങനെ കുറേയധികം ആൾക്കാർ എല്ലാ വീടുകളിലും പൂജയ്ക്കും മറ്റുമായുള്ള വിളക്ക് കത്തിച്ച് വെച്ച് പല ഫലങ്ങളും തേങ്ങയും എന്താണെന്ന് വെച്ചാൽ
ഫ്രൂട്ട്സോ അങ്ങനെ മറ്റു കുറേ പൂജാ സാമഗ്രികളെല്ലാം വെച്ചിട്ടാണ് സ്വീകരിക്കുന്നത്. അപ്പം ഇവരെല്ലായിടത്തും സ്ലോയാക്കി, ജംഗ്ഷനുകളിലെല്ലാം സ്ലോയാക്കി വാദമേളങ്ങളോടെയെല്ലാം ആണ് ഇതിൽ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. കുട്ടികൾക്കായിട്ടുള്ള ബലൂണുകൾ, വളരെയധികം മനോഹരമായ ബലൂണുകൾ, ഇഷ്ടംപോലെ ഹൈഡ്രജൻ ബലൂണുകൾ, LED ബലൂണുകൾ, അങ്ങനെയുള്ള പലതരം ഐറ്റംസ് കാണാൻ സാധിക്കും. നേരത്തെ കണ്ടിരുന്ന പോലെ നല്ലൊരു കിരീടം വെച്ച് LED കിരീടങ്ങൾ, അങ്ങനെയുള്ള കിരീടങ്ങളൊക്കെ വധിച്ച് കുറേയധികം പിള്ളേരുടെ പരിപാടികളുണ്ടായിരുന്നു. DJ ഉണ്ടായിരുന്നു, DJ ഡാൻസസ്, മനോഹരമായ പാട്ടുകൾ. അപ്പോൾ ഇതാണ് എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ഉന്തിക്കൊണ്ടാണ് അവർ പോകുന്നത്. അതിൻ്റെ തൊട്ട് പുറകെയായിട്ട് ദേവനെ കൊണ്ട് എഴുന്നള്ളുന്ന ആനയും ഉണ്ടായിരുന്നു. ആനയും ഓരോ വീടിൻ്റെ മുമ്പിലും വിളക്ക് വെക്കുന്നിടത്ത് വന്ന് വണങ്ങി ആണ് പോകുന്നത്. അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വളരെയധികം ആൾക്കാർ അതിനുവേണ്ടി ഭക്തിപൂർവ്വം നോക്കി നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. റോട്ടിൽ തന്നെ കുറേയധികം ആൾക്കാർ നിൽക്കാം. വലിയൊരു കൊമ്പുള്ളൊരു ആനയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ മുമ്പിൽ വന്നപ്പോൾ ആന കുറേ നേരം നിന്നിരുന്നു. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ പൂജ ചെയ്യാൻ അല്ലെങ്കിൽ പൂജ സാമഗ്രികൾ വെച്ചിരിക്കുന്ന വിളക്ക് വെച്ചിരിക്കുന്നിടത്ത് വന്ന ആനയ്ക്കറിയാം ഓരോ വിളക്ക് വെച്ചിടത്തും മറ്റും പോയി നോക്കണം, വണങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ആന ഓരോ വീട്ടിലേക്കും ആന നോക്കിയാണ് പോകുന്നത്. അത്ര മനോഹരമായൊരു ദിവസമായിരുന്നു ഉത്സവത്തോടനുബന്ധിച്ച്. ഇത്രമാത്രം ആൾക്കാരാണ് വന്നു പോകുന്നത്. പരിപാടികൾ, പിന്നെ നമുക്ക് വേറെ പരിപാടികളിൽ നിന്ന് ബാൻഡ് സെറ്റ് മേളമാണ്. വളരെയധികം മനോഹരമായ ബാൻഡ് സെറ്റ് മേളമാണ് നമ്മുടെ അടുത്തുള്ളൊരു ജംഗ്ഷനിൽ ഉണ്ടായിരുന്നത്. തിരുവനന്തപുരം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബാൻഡാണ് ഇത് ചെയ്യുന്നത്. കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെയാണ് ഇതിനകത്ത് ബാൻഡ് നേതൃത്വം നൽകുന്നത്. വളരെ മനോഹരമായിട്ട് അവരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചൊരു കേൾക്കാം. കുറേ നേരം നോക്കി നിന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ നടന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് വളരെ മനോഹരമായിട്ട് വിളക്കൊക്കെ കത്തിച്ച് ശിവവിഗ്രഹമൊക്കെ വെച്ച് വളരെ മനോഹരമായിട്ട് അലങ്കരിച്ച് വെച്ചിരുന്ന ഒരു പൂജാ സ്ഥലമാണ്. അതിനുശേഷം മറ്റൊരു DJയിലേക്ക് കാണാൻ ഞങ്ങൾക്ക് ഇടമുണ്ടായി. ഒരു വണ്ടിയിൽ കൊണ്ടിരുന്ന DJ സെറ്റാണ്, നൈസാണ്. ഭയങ്കര ലേസർ ഷോയും കാര്യങ്ങളൊക്കെ ആയിട്ട് നൈസായിട്ട്, ഇതിൻ്റെ പേരും മറ്റൊന്നും എനിക്കറിയത്തില്ല. എന്നിരുന്നാലും നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു. വളരെയധികം ആൾക്കാരവിടെ, ടെക്നോ പാർക്ക് അടുത്തായതുകൊണ്ട് തന്നെ അവിടുത്തെ ഇഷ്ടംപോലെ ആൾക്കാരവിടെ ഉണ്ടായിരുന്നു. ആഘോഷ പരിപാടികളായിട്ട് ഭയങ്കരമായിട്ട് തിമിർക്കുകയായിരുന്നു ആൾക്കാർ. നല്ല കിടിലം പാട്ടുകളൊക്കെ വെച്ച് എഴുന്നള്ളിപ്പ് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു പരിപാടി നടത്തിയത്. വളരെ മനോഹരമായിട്ടുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞാൽ വളരെ മനോഹരം. നാട്ടിലെ യുവജനങ്ങളുടെ മനസ്സറിഞ്ഞ് അവിടുത്തെ ക്ലബ്ബുകാരോ സൊസൈറ്റിക്കാരോ കൊണ്ട് അറേഞ്ച് ചെയ്തതാണ്
നമ്മുടെ സർക്കാരിനൊന്നും ഇങ്ങനത്തെ ഒരു കേരളത്തിലെ ആൾക്കാർ വേണമെന്നോ അവർക്ക് കാശ് മാത്രം ആഗ്രഹിച്ചിട്ടുള്ള സർക്കാരൊന്നും ഒരു കാലത്തും ഇങ്ങനത്തെ ഒരു പെയ്ഡ് ഫെസിലിറ്റി പോലും അനുവദിക്കാത്തൊരു നാടാണ് നമ്മുടെ നാട്. അപ്പം കുറേയധികം ആൾക്കാരെ യുവജനങ്ങളെ സ്വാധീനിക്കാൻ കഴിഞ്ഞ ഒരു പരിപാടിയായിരുന്നു നമ്മുടെ കണ്ടത് വെച്ച്. വളരെയധികം ആൾക്കാരവിടെ വന്ന് പാടുവാനും കുട്ടികളെയും കൊണ്ടും മറ്റും പേരൻസും എല്ലാം വരുന്നുണ്ടായിരുന്നു. അവിടെ നോക്കിക്കാനൊക്കെ കുറേയധികം ആൾക്കാരുണ്ടായിരുന്നു. അത് അത്രമാത്രം എഫക്റ്റീവായിരുന്നു. അവിടെ ക്രൗഡെന്ന് പറഞ്ഞാൽ വലിയ ക്രൗഡ്, പറഞ്ഞാൽ ട്രാഫിക്കും കാര്യങ്ങളും ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. വണ്ടികൾ പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഓൾഡ് നാഷണൽ ഹൈവേ ആയിരുന്നു അത്. അപ്പോൾ അത്രമാത്രം വാഹനങ്ങൾ അതിൽ പോകുന്നുണ്ട്. എന്നിരുന്നാൽ പോലും കുറേ പേര് അതിനെ മാനേജ് ചെയ്യുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് കുറേ നേരം അത് നോക്കി നിൽക്കാൻ സാധിച്ചു.